ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ അവയുടെ പശ്ചാത്തലവും വ്യാഖ്യാനവും കൃത്യമായി മനസ്സിലാക്കി പഠനവിധേയമാക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂദിത്തിൻ്റെ പുസ്തകമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പഠനഭാഗമായി ഹോളോഫർണസ് എന്ന അസീറിയൻ സൈന്യാധിപൻ തനിക്ക് മുൻപിൽ വന്ന് കീഴടങ്ങാത്ത ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, തൻ്റെ മുമ്പിൽ ഇതിനകം കീഴടങ്ങിയിരിക്കുന്ന രാജ്യങ്ങളിലെ, അതായത് മോവാബിലെ, അമ്മോനിലെ, തീരദേശ പ്രദേശങ്ങളിലെ സൈനിക നേതാക്കന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. എന്തുകൊണ്ടാണ് മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഇസ്രായേൽ ജനം എനിക്ക് കീഴടങ്ങാതിരിക്കുന്നത്? അവരുടെ സൈനിക ശക്തി എത്രത്തോളം ഉള്ളതാണ്? ആരാണ് അവരെ നയിക്കുന്നത്? അവരുടെ രാജാവ് ആരാണ്? അവരുടെ യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ വളരെ നിർണായകമായ ചില ചോദ്യങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നു. അങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് അമ്മോന്യനായ ആഖിയോർ എന്ന വ്യക്തിയാണ്. ഈ അമ്മോന്യനായ ആഖിയോർ ഉത്തരമായി ഒരു ചരിത്രം തന്നെ, ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം തന്നെ ഹോളോഫർണസ് എന്ന സൈന്യാധിപൻ്റെ മുൻപിൽ വയ്ക്കുന്നു, അവതരിപ്പിക്കുന്നു. നമുക്കതൊന്ന് വായിച്ച് കേൾക്കാം. 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 19 വരെയുള്ള ദീർഘമായ ഒരു വചനഭാഗമാണത്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾ കൂടി ഓരോരുത്തരും, എന്നെ കേൾക്കുന്ന ഓരോരുത്തരും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുത്താൽ നന്നായിരിക്കും. നമുക്ക് ഒരുമിച്ച് ഈ ഭാഗം വായിക്കാം. അല്പം ദൈർഘ്യമേറിയ ഒരു ഭാഗമാണ്. 5-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. അമ്മോന്യരുടെ നേതാവ് ആഖിയോർ പറഞ്ഞു, യജമാനൻ ഈ ദാസൻ്റെ വാക്കു കേട്ടാലും സമീപ മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദായ വംശത്തിൽപ്പെട്ടവരാണ് ഈ ജനം. കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസൊപ്പൊട്ടേമിയയിൽ പോയി താമസിക്കേണ്ടതായി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്ക് അറിയാൻ ഇടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുൻപിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസൊപ്പൊട്ടാമിയയിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ വാസമുറപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ ഒരു സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവൻ അവരെ ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുൻപിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു. ദൈവം അവരുടെ മുൻപിൽ ചെങ്കടലിനെ വറ്റിച്ചു. അവിടുന്ന് സീനായ്, കാദേശ് ബർണിയ,
എന്നിവിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അവർ അമ്മോര്യരുടെ നാട്ടിൽ വസിച്ചു. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു. ജോർദാൻ കടന്ന് മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. കാനാന്യർ, പെരീസ്യർ, ജബൂസ്യർ, ഷെക്കേംകാർ, ഗിർഗാഷ്യർ എന്നിവരെ തുരത്തി ദീർഘകാലം അവർ അവിടെ പാർത്തു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തിൻ്റെ ആലയം നിലംപരിചാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ചിതറിക്കപ്പെട്ടു പോയ ദിക്കുകളിൽ നിന്ന് തിരിച്ചു വരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലമ്പ്രദേശത്ത് വാസമുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ ദീർഘമായ ഒരു ചരിത്ര വിവരണമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇവിടെ ഏതാനും വാക്കുകളിൽ പറഞ്ഞു വയ്ക്കുന്ന ചരിത്രം നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. ഏതാണ്ട് BC 2000 മുതൽ BC 500 വരെയുള്ള 1500 വർഷങ്ങളിലെ ചരിത്രമാണ് ഈ കേവലം 14 വാക്യങ്ങളിലൂടെ ആഖിയോർ പറയുന്നത്. ഹോളോഫർണസിൻ്റെ ചോദ്യങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ആരാണ് ഇവരെ നയിക്കുന്നത്, ആരാണ് ഇവരുടെ രാജാവ് എന്നതായിരുന്നു. ആ ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരം ഈ വരികൾക്കിടയിലുണ്ട്. ഇവരുടെ രാജാവ് ഇവരെ നയിക്കുന്നത് ഒരു മനുഷ്യനല്ല, ദൈവമാണ്. ഇവരെ നയിക്കുന്നത് ദൈവമായ കർത്താവാണ്. ആ ദൈവമായ കർത്താവാണ് ഇവരെ വിളിച്ചത്, ഇവരെ മാറ്റി നിർത്തിയത്, ഇവരെ മറ്റൊരു ജനമാക്കിയത്. ആ ദൈവമായ കർത്താവിൻ്റെ പദ്ധതികൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ജീവിച്ചപ്പോഴെല്ലാം അവർക്ക് വിജയവും, അതങ്ങനെ ജീവിക്കാതിരുന്നപ്പോൾ അവർക്ക് പരാജയവും ഉണ്ടായി. ഈ വലിയ 1500 വർഷങ്ങളിലെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഉത്തരം കൊടുക്കുന്ന വ്യക്തി ആഖിയോർ എന്ന അമ്മോന്യനാണ് എന്ന് നമ്മൾ വായിച്ചു. ആഖിയോർ എന്ന പേരിൻ്റെ അർത്ഥം, ആഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, ഓർ എന്നാൽ പ്രകാശം എന്നാണ് ഹീബ്രുവിൽ. അങ്ങനെ ആഖിയോർ എന്ന ഹീബ്രു പേരിൻ്റെ അർത്ഥം എൻ്റെ സഹോദരൻ പ്രകാശമാണ്, അല്ലെങ്കിൽ പ്രകാശമാണ് എൻ്റെ സഹോദരൻ എന്നാണ്. സത്യത്തിൽ ഈ ആഖിയോർ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലേക്ക് പ്രകാശം വീശിക്കൊണ്ട് ഇസ്രായേലിൻ്റെ സഹോദരനായിട്ട് ഇവിടെ മാറുകയാണ്. ജന്മം കൊണ്ട് അയാൾ ഒരു അമ്മോന്യനാണ്, ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ അയാൾ പറയുന്ന ചരിത്രത്തിൽ അയാൾ ഇസ്രായേലിൻ്റെ പക്ഷത്താണ്. ഇസ്രായേലിൻ്റെ സഹോദരൻ എന്ന പോലെ ഇസ്രായേലിൻ്റെ അപദാനങ്ങളാണ് സത്യത്തിൽ ഈ ചരിത്ര വിവരണത്തിൽ മുഴുവനുള്ളത്. ഇവിടെ ആഖിയോർ ഇസ്രായേലിൻ്റെ ചരിത്രം തെറ്റുകൂടാതെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ഇത് ആഖിയോറിൻ്റെ വാക്കുകളിലൂടെ ഗ്രന്ഥകാരൻ ഇസ്രായേലിൻ്റെ ചരിത്രത്തെ വെളിപ്പെടുത്തുകയാണ്. ഇതെഴുതിയ ഗ്രന്ഥകാരൻ്റെ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ആഖിയോർ എന്ന കഥാപാത്രത്തിൻ്റെ വാക്കുകളിലൂടെ ഇപ്പോൾ അവതരിക്കപ്പെടുന്നത്. ചില പണ്ഡിതരുടെ അഭിപ്രായത്തിൽ ആഖിയോർ എന്ന ഈ പേരിൻ്റെ
ഹീബ്രു മൂലരൂപമായിട്ട് ആഹിയൂദ് എന്ന പദം കൂടി വരാറുണ്ട്. ആഹിയൂദ് എന്ന പദം 2 ഹീബ്രു വാക്കുകൾ ചേർന്നിട്ടാണ്. ആഹ് എന്ന പദവും യൂദ് എന്ന പദവും ചേർന്നിട്ടാണ്. ആഹ് എന്നാൽ സഹോദരൻ, ആഹി എന്നാൽ എൻ്റെ സഹോദരൻ എന്നാണ്. യൂദ് എന്നത് യഹൂദ അല്ലെങ്കിൽ യൂദ എന്നതിൻ്റെ ചുരുക്കരൂപമാണ്. അതിനർത്ഥം യൂദായുടെ സഹോദരൻ അല്ലെങ്കിൽ യൂദ എൻ്റെ സഹോദരനാണ് എന്നും ഈ പേരിന് അർത്ഥം വരാൻ സാധ്യതയുണ്ട്. ഏതായാലും പ്രകാശമാണ് എൻ്റെ സഹോദരൻ എന്ന പേരിൽ ആഖിയോർ എന്നാണ് ഇയാളുടെ പേരെങ്കിലും യൂദ എൻ്റെ സഹോദരനാണ് എന്നർത്ഥം വരുന്ന അഹിയൂദ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേരെങ്കിലും അമ്മോന്യനായ ഈ വ്യക്തി യൂദായുടെ ചരിത്രം വിവരിക്കുമ്പോൾ യൂദായ്ക്ക് അനുകൂലമായ ഒരു ആവിഷ്കരണമാണ്, വിവരണമാണ് നടത്തുന്നത്. ഈ വിവരണമനുസരിച്ച് ഇസ്രായേലിൻ ജനത്തിൻ്റെ വേരുകൾ സത്യത്തിൽ ബാബിലോണിലാണ് അഥവാ കൽദായയിലാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഹോളോഫെർണസ് എന്ന സൈന്യാധിപൻ വരുന്നതും അദ്ദേഹത്തിൻ്റെ യജമാനനായ രാജാവ് നെബുക്കദ്നെസറുമൊക്കെ ബാബിലോൺകാരാണ്, കൽദായരാണ്. അതേ കൽദായരുടെ നാട്ടിൽ നിന്നും വരുന്ന അല്ലെങ്കിൽ അതേ കൽദായരുടെ നാട്ടിൽ വേരുകളുള്ള ജനമാണിവർ എന്നാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണിത് ചരിത്രപരമായി സത്യമാവുന്നത്? നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തുമായി ഈ അബ്രാഹത്തിൻ്റെ കുടുംബം നടത്തുന്ന ചില യാത്രകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നു അബ്രാഹത്തിൻ്റെ പിതാവായ തേരാഹ് ഊർ എന്ന സ്ഥലത്ത് നിന്നും യാത്ര ചെയ്ത് വളരെ ദൂരെയുള്ള മെസൊപ്പൊട്ടേമിയയിലൂടെയെല്ലാം കടന്ന് വളരെ ദൂരെയുള്ള ആരാമിലേക്ക് വരികയാണ്. പാദാൻ ആരാം എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്തേക്ക് വരികയാണ്. എവിടെയാണ് ഈ ഊർ? ഊർ എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് അക്കാലത്തുണ്ടായിരുന്ന കൽദായയിലാണ് അല്ലെങ്കിൽ ബാബിലോണിലാണ്. ഇന്ന് ഊർ എന്ന പട്ടണം ഇറാഖിലാണ്. ഇറാഖിലെ മൊസൂളിൻ്റെ ആ ഭാഗത്തായിട്ട് കാണുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഊർ അക്കാലത്ത്. അതായത് അബ്രാഹും അദ്ദേഹത്തിൻ്റെ പിതാവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമൊക്കെ സത്യത്തിൽ അവരുടെ വേരുകൾ കൽദായയിലാണ് അഥവാ ബാബിലോണിലാണ് അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിലാണ്. പക്ഷേ അവർ അവരുടെ വേരുകൾ പരിപൂർണമായി ഉപേക്ഷിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതചര്യകളെ ഉപേക്ഷിച്ച് ജീവിത രീതികളെ ഉപേക്ഷിച്ച് അവിടെയുള്ള ബഹുദൈവങ്ങളെ പരിപൂർണമായി തള്ളിപ്പറഞ്ഞ് അവർ മറ്റൊരിടത്തേക്ക് യാത്രയാകുന്നു. അങ്ങനെ മെസൊപ്പൊട്ടേമിയയിലൂടെ അവർ യാത്ര ചെയ്ത് അവർ വന്നെത്തി നിൽക്കുന്നത് പിന്നീട് ആരാമിലാണ്, അരമായരുടെ നാട്ടിലാണ്. അങ്ങനെ അരമായരുടെ നാട്ടിൽ ഹാരാൻ എന്ന സ്ഥലത്ത് അവർ കുറേ കാലം കഴിഞ്ഞു. ഹാരാനിൽ അരമായരുടെ നാട്ടിൽ അവർ ആയിരിക്കുമ്പോഴാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. ദൈവം അവിടെ വെച്ച് അബ്രഹാമിനെ വിളിക്കുന്നു. അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ സത്യത്തിൽ അബ്രഹാം ഒരു കൽദായൻ അല്ല, അരമായനായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അരമായരുടെ നാട്ടിൽ കഴിയുന്ന അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് പറയുകയാണ്, നീ ഈ നാട് ഉപേക്ഷിക്കണം, എന്നിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുന്നിടത്തേക്ക് നീ പോകണം. അങ്ങനെ അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ അരമായ നാട് വിട്ട് അവർ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പോകുന്ന കഥ വിവരിക്കുന്നതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുസ്തകത്തിൽ അബ്രഹാമിൻ്റെ പേര് സൂചിപ്പിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ചരിത്രത്തിലെ ഇസഹാക്കിൻ്റെയോ യാക്കോബിൻ്റെയോ പേരുകളൊന്നും സൂചിപ്പിക്കുന്നില്ല. കാരണം വിജാതീയനായ ഹോളോഫെർണസിനോട് മറ്റൊരു വിജാതീയനായ അമ്മോന്യനായ ആഖിയോറി കഥ പറയുമ്പോൾ അവിടെ യഹൂദരുടെ പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ പ്രസക്തമല്ല, അവരുടെ കഥ മാത്രമാണ് പ്രസക്തം. അതുകൊണ്ടാണ് അവരുടെ ആരുടെയും പേരുകൾ ഇവിടെ പ്രസ്താവിക്കാത്തത്. ഏതായാലും
ഈ ജനത്തിൻ്റെ പൂർവ്വപിതാക്കൾ ഇവരെ സൂചിപ്പിക്കുന്ന അബ്രഹാമിനെ കുറിച്ചാണ്. കൽദായയിൽ നിന്ന് അവിടെ ആരംഭിച്ച യാത്ര അവർ അരമായയിലെത്തി, ഹാരാനിൽ താമസിച്ചു. ഇതാ ദൈവം അവിടെ നിന്ന് വീണ്ടും വിളിക്കുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ അക്കാലത്ത് ജനം കാനാനിലേക്ക് ഈ അബ്രഹാമോ അദ്ദേഹത്തിൻ്റെ കുടുംബവും വരുന്നു. സ്വാഭാവിക അയാളുടെ പുത്രൻ ലോത്ത് കൂടെയുണ്ട്. കാനാനിൽ അവർ താമസക്കാരാക്കുന്നു. കാനാനിൽ അബ്രഹാം ഭൂമി മേടിക്കുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 23-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ തൻ്റെ പ്രിയതമ സാറായുടെ മരണത്തിൽ അവളെ കബറടക്കാൻ വേണ്ടി മാമ്രയുടെ ഓക്കുമരത്തോട്ടത്തിന് സമീപമുള്ള മാക്പലായിൽ ഒരു സ്ഥലം സ്വന്തമാക്കുന്നു. പിന്നീട് അവർ അവിടെ താമസിക്കുന്നു. ഇസഹാക്കിൻ്റെ കാലവും ഷെക്കേം, ഹെബ്രോൺ എന്നീ ഭാഗങ്ങളിലൂടെ അവർ താമസമാക്കുന്നു. പിന്നീട് യാക്കോബ് ഇടക്കാലത്ത് അദ്ദേഹം പാരാനിലേക്ക് അല്ലെങ്കിൽ അരമായിലേക്ക് പോകുന്നുണ്ടെങ്കിലും പിന്നീട് അദ്ദേഹവും കുടുംബവും ഒക്കെ വന്ന് ഇവിടെയാണ് താമസമാക്കുന്നത്. അങ്ങനെ കാനാനിൽ ഒരു പ്രബല സമൂഹമായി, ധനികരായി, ധാരാളം കന്നുകാലികളും സമ്പത്തും മറ്റുമൊക്കെ ആയി ജീവിക്കുന്ന സമയത്താണ് കാനാനിൽ ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടാവുന്നത്. ഈ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടറിയാം. കാരണം ഈ സമയം യാക്കോബിൻ്റെ ഒരു പുത്രൻ ഈജിപ്തിലുണ്ട്, ജോസഫ്. ഏതായാലും വലിയ ഭക്ഷ്യക്ഷാമം കാനാനിലുണ്ടായപ്പോൾ ധാരാളം സ്വത്ത് കൈവശമുണ്ട്, പണം കൈവശമുണ്ട്. പക്ഷെ കുടുംബത്തിന് ജീവിക്കണമെങ്കിൽ ധാന്യം ആവശ്യമാണ്. അങ്ങനെ ധാന്യം മേടിക്കാനായി യാക്കോബിൻ്റെ പുത്രന്മാർ, ജോസഫിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലെത്തുന്നു. ജോസഫ് അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു, തന്നെ വെളിപ്പെടുത്തുന്നു, പിതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് വരാനായിട്ട് പറയുന്നു. അങ്ങനെ ജോസഫ് എന്ന യാക്കോബിൻ്റെ പുത്രൻ ഈജിപ്തിൽ ഫറവോയ്ക്ക് തൊട്ടുതാഴെ ഭരണം നടത്തുന്ന ഭരണാധികാരിയായിരുന്നതുകൊണ്ട് ഈ കുടുംബം, യാക്കോബിൻ്റെ കുടുംബം മുഴുവൻ ഈജിപ്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവർ ഈജിപ്തിൽ ചെല്ലുന്ന താമസം ആരംഭിക്കുന്നു. ഈജിപ്തിൽ തന്നെ നൈൽ നദീതീരത്തെ നൈൽ ഡെൽറ്റയിലെ ഏറ്റവും ഫലഭൂയിഷ്ടവും നല്ല സ്ഥലവുമാണ് അക്കാലത്ത് അവർക്ക് ലഭിച്ചത്. കാരണം ഫറവോയുടെ തൊട്ടു താഴെ അധികാരമുള്ള വ്യക്തിയായിരുന്നു അവരുടെ സഹോദരൻ. ഗോഷൻ എന്ന സ്ഥലമാണ്, ഗോഷൻ എന്നു പേരുള്ള മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും ഫലഭൂയിഷ്ടമായ ഒരു സ്ഥലമാണ് ഇവർക്ക് താമസിക്കാനായി ലഭിച്ചത്. ആദ്യകാലത്ത് അവർ ചെന്നപ്പോൾ അവരെ രാജകീയ പദവിയുള്ള അതിഥികളായിട്ടാണ് ഇവർ ആ നാട്ടുകാർ കണ്ടിരുന്നത്. കാരണം ജോസഫിൻ്റെ സഹോദരങ്ങളാണ്, ജോസഫിൻ്റെ പിതാവാണ്, ജോസഫിൻ്റെ കുടുംബമാണ്. കാലങ്ങൾ കടന്നുപോയി. ക്ഷാമം കേവലം 7 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 7 വർഷങ്ങളുടെ ക്ഷാമകാലം കഴിഞ്ഞപ്പോഴും ഈ ജനം തിരിച്ച് കാനാനിലേക്ക് വന്നില്ല. മറിച്ച് അവർ ഈജിപ്തിൽ താമസിച്ചു. 7 അല്ല, 70 അല്ല, 100 200 അല്ല, ഏതാണ്ട് 400 വർഷങ്ങൾ ഈ ജനം ഈജിപ്തിൽ താമസിച്ചു. ഇതിനിടയിൽ ഇവർ ആദ്യമായി സ്വന്തമാക്കിയിരുന്ന കാനാനിൽ മറ്റനേകം ജനതകൾ കടന്നു വന്നു. അവർ കാനാനിലെ സ്ഥലങ്ങളെല്ലാം അവർ സ്വന്തമാക്കി. ഈ സമയം ഈജിപ്തിലായിരുന്ന ജനം, അവർക്കും വലിയ മാറ്റങ്ങൾ വരികയാണ്. 400 വർഷങ്ങൾക്ക് മുൻപ് രാജകീയ അതിഥികളായി വന്ന ജനം ഇന്ന് അവിടെ അടിമകളായി മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഫറവോ അവരോട് കഠിനമായി പെരുമാറുന്നു. അങ്ങനെ അവർ നിലവിളിക്കുന്നു. അങ്ങനെ അവർ നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി ഇവരുടെ ദൈവമായ കർത്താവിൻ്റെ പക്കലെത്തുന്നു. ദൈവമായ കർത്താവ് അവരെ അവിടെ നിന്ന്, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നു. അതിനായി ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നു. അതാണ് മോശെ. മോശയുടെ കാലത്ത് മോശയുടെ മാധ്യസ്ഥ്യത്തിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെടുന്നു. ഒടുവിൽ ദൈവമായ കർത്താവ് ഇവരെ ശിക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ഈജിപ്തുകാരെ 10 ബാധകൾ അയക്കുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഈജിപ്തുകാർ തന്നെ നിങ്ങളിവിടെ നിന്ന് പൊയ്ക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഈ ജനത്തെ ഈജിപ്തിൽ നിന്ന് പറഞ്ഞയക്കുന്നു. അവരുടെ മരുഭൂമിയിലൂടെയുള്ള വഴികളിൽ ദൈവം അനേകം അത്ഭുതങ്ങൾ നടത്തുന്നു. ചെങ്കടൽ വറ്റിച്ച് ദൈവം അവരെ രക്ഷിച്ചു എന്നാണ് അമ്മോന്യനായ അഖിയോർ ഹോളോഫർണസിനോട് പറയുന്നത്.
അതിനുശേഷം അവർ ആ മരുഭൂമി യാത്രയിൽ മരുപ്പച്ചകൾ ഉണ്ടായിരുന്ന സീനായി മലയടിവാരത്തും കാദേശ് ബർണയ എന്ന സ്ഥലത്തൂടെയെല്ലാം യാത്ര ചെയ്ത് കാനാനിലേക്ക് യാത്ര ചെയ്തു. ഒടുവിൽ അവർ കാനാൻ ദേശത്തിൻ്റെ സമീപത്തെത്തി അവിടെ ഹെഷ്ബോൺ നിവാസികളെ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ അവർ ജോർദാൻ കടന്ന് മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. നമുക്കറിയാം ഇതെല്ലാം നടക്കുന്നത് ജോഷുവയുടെ നേതൃത്വത്തിലാണ്. അങ്ങനെ ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ നദി കടന്ന് ഇക്കരെ എത്തുന്ന ജനം അവിടെ അക്കാലത്ത് ഉണ്ടായിരുന്ന കാനാന്യർ, പെരീസ്യർ, ജബൂസ്യർ, ശെക്കേംകാർ, ഗിർഗാശ്യർ എന്നിവരെയൊക്കെ തുരത്തി യുദ്ധത്തിൽ പരാജയപ്പെടുത്തി അവിടെ താമസിക്കുകയും ദീർഘകാലം അവിടെ പാർക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ചരിത്രത്തിൽ അവർ ദൈവത്തോട് എപ്പോഴെല്ലാം വിധേയപ്പെട്ടിരുന്നോ, അവരുടെ ദൈവത്തോട് എപ്പോഴെല്ലാം അവർ വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ പാതയിൽ ചരിച്ചിരുന്നോ അപ്പോഴെല്ലാം ദൈവം അവരെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? അവർ ഒരു വലിയ രാജ്യമായി മാറി. ദാവീദ് രാജാവിൻ്റെ കാലത്ത് വലിയ ഒരു ഭൂവിഭാഗത്തിൻ്റെ വലിയ ഒരു രാജ്യത്തിൻ്റെ അധിപതികളായി അവർ മാറി. അതോടൊപ്പം തന്നെ അവരുടെ പാപങ്ങൾ പെരുകി. സോളമൻ്റെ കാലത്തൊക്കെ മഹത്വത്തിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ഈ രാജ്യം വളർന്നു. പക്ഷെ പിന്നീട് ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിൽ നിന്ന് ഈ ജനം അകന്നകന്നകന്നു പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വന്നപ്പോൾ ദൈവം അവർക്ക് നൽകിയിരുന്ന പൈതൃക സംരക്ഷണം അവർക്ക് നഷ്ടമാവുകയും ഒടുവിൽ അവർക്ക് സ്വന്തം നാടും വീടും തലസ്ഥാന നഗരിയും എല്ലാം നഷ്ടപ്പെട്ട് അവർ പ്രവാസത്തിലേക്ക് പോയി ജനതകൾക്കിടയിൽ അലഞ്ഞു നടക്കുന്നവരായി മാറേണ്ടതായിട്ട് വന്നു. ദീർഘകാലം 70 വർഷങ്ങൾ അവർ പ്രവാസത്തിലേക്ക് പോയി. ഇപ്പോഴിതാ പ്രവാസത്തിൽ നിന്ന് അവരെ ദൈവം തിരിച്ചുകൊണ്ട് വരികയാണ്. പ്രവാസത്തിൻ്റെ മുന്നോടിയായി ഒരുപാട് കഷ്ടതകൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അവരുടെ നഗരം വിജനമായി, ദേവാലയം നിലംപരിശാക്കി. അങ്ങനെ പ്രവാസികളായി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ വിളിച്ച് വീണ്ടും കരഞ്ഞു. ദൈവം കരുണ തോന്നി അവരെ വീണ്ടും ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ ബാബിലോൺ പ്രവാസത്തിൻ്റെ ഒടുവിൽ BC 538 ശേഷം ഇതാ അവർ വീണ്ടും ഈ മലമ്പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്നു. ആ ജനം ഇപ്പോൾ അവരുടെ ദൈവത്തോട് ചേർന്നാണ് ജീവിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, ദാവീദ്, സോളമൻ തുടങ്ങി പൂർവ്വപിതാക്കന്മാരും രാജാക്കന്മാരുമായിട്ടുള്ള ഇസ്രായേൽ ചരിത്രത്തിലെ പ്രസിദ്ധരായ ആരുടെയും പേരുകൾ ഈ ചരിത്രം പറയുമ്പോൾ സൂചിപ്പിക്കപ്പെടുന്നില്ല. എന്താണ് കാരണം? കാരണം വളരെ വ്യക്തമാണ്. ഈ ചരിത്രം പറയുന്നത് ഒരു വിജാതീയനായ അമ്മോന്യനായ വ്യക്തിയാണ്. ഈ ചരിത്രം കേൾക്കുന്നത് വിജാതീയനായ ഹോളോഫർണസ് എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ചരിത്രം പറയുന്നയാളും അതിൻ്റെ കേൾവിക്കാരനും ഒരു വിജാതീയരായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ജനത്തിൻ്റെ ചരിത്രം മാത്രമാണ് പ്രാധാന്യമായിട്ടുള്ളത്. അതിലെ വ്യക്തികളുടെ പേരുകൾ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയാണ്. അവരെക്കുറിച്ച് പറയാൻ ഇവർക്ക് താല്പര്യമില്ല. ഏതായാലും ഈ ജനത്തിൻ്റെ ചരിത്രത്തിൽ പൂർവ്വപിതാക്കന്മാരോ രാജാക്കന്മാരോ ഒന്നുമല്ല ഇവരെ നയിച്ചത് ദൈവമായ കർത്താവാണ് എന്ന കാര്യം കൂടി എടുത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ആരുടെയും പേര് പറയുന്നില്ല. എപ്പോഴെല്ലാം ദൈവമായ കർത്താവിൻ്റെ മാർഗേ ഇവർ ചരിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇവർക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമായ കർത്താവ് തന്നെയാണ് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് പേർഷ്യക്കാരുടെ കാലഘട്ടത്തിൽ ഇവരെ തിരിച്ച് ഈ നാട്ടിലെത്തിക്കുന്നത്. അതിനാൽ ദൈവമായ കർത്താവിനോട് ഇവർ ചേർന്ന് നിൽക്കുന്ന സമയം മുഴുവൻ ഇവർക്ക് അജയ്യരായി നിൽക്കാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ സമ്യക്കായി അവതരിപ്പിക്കുന്ന ഈ വചനഭാഗത്തിന് സമാനമായ ഒന്ന് നമുക്ക് പുതിയ നിയമത്തിലും കണ്ടെത്താൻ സാധിക്കും. ഇതുപോലെ ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ ഒരധ്യായത്തിലേക്ക് ചുരുക്കി
അവതരിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വിവരണം അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ വിശുദ്ധ എസ്തപ്പാനോസ് സെൻറ്റ് സ്റ്റീഫൻ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വായിക്കാം. മനോഹരമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മുഴുവൻ സമ്യക്കായി അവതരിപ്പിക്കുന്ന ഒരു ഭാഗം. ഇവിടെ ഇസ്രായേലിനെ ശപിക്കാനായി കൊണ്ടുവന്ന ബാലാം എന്ന ഒരു പ്രവാചകൻ ഒടുവിൽ ഇസ്രായേൽക്കാർക്ക് അനുകൂലമായി സംസാരിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെയാണ് പ്രത്യക്ഷത്തിൽ ഇസ്രായേലിനെ ശത്രുക്കളായി കണ്ട് കാണുന്ന അമ്മോന്യരിൽ നിന്നും ഒരുവൻ അഖിയോർ അവരെക്കുറിച്ച് നല്ലത് പറയുന്നത്. അതായത് നമുക്കറിയാം ഇതിൻ്റെ ചരിത്രം. ഇസ്രായേൽക്കാരെ ശപിക്കാൻ, അവർ നശിക്കാൻ വേണ്ടിയാണ് ബാലാക്ക് ബാലാമിനെ കൊണ്ടുവന്നത്. ബാലാമിന് ഇസ്രായേൽക്കാരോട് യാതൊരു പ്രതിപത്തിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ പറഞ്ഞു വന്നപ്പോൾ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ ഇപ്പോഴിതാ അമ്മോന്യനായ വിജാതീയനായ വ്യക്തി ഇസ്രായേൽക്കാരുടെ ചരിത്രം പറയുമ്പോൾ അവരുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. ഇത് കേട്ടപ്പോൾ ഹോളോഫെർണസിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു, മറ്റ് ആളുകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്, ഇതെല്ലാം നമുക്ക് തുടർന്നുള്ള വചനഭാഗത്ത് വായിക്കാം അടുത്ത ക്ലാസ്സിൽ.